ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ചാനലിലേക്ക് സ്വാഗതം. രവീന്ദ്ര നീ എവിടെ എന്ന് പറഞ്ഞിടത്തിന്റെ ടീസർ വരാൻ പോവാണ് ഇന്ന് 3 മണിക്ക്. അത് ലോഞ്ച് ചെയ്യുന്ന മോഹൻലാൽ എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ അക്കേൻ എന്ന് പറഞ്ഞിടത്തിന്റെ സ്നേക് പിക്ക് 2 പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇന്ദ്ര എന്ന് പറഞ്ഞിടത്തിന്റെ മോഷൻ പോസ്റ്റർ വന്നു. പിന്നെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓഗസ്റ്റ് 1 റിലീസ് ആവുന്നുള്ള അറിയിച്ചു. പിന്നെ 35 ചിഹ്ന കഥക്കാട് എന്ന് പറഞ്ഞ പടത്തിന്റെ മേക്കേഴ്സ് വീണ്ടും ഒന്നിക്കുന്ന പടം അവിടത്തിന്റെ ടൈറ്റിൽ അനൗൺസ്മെന്റ് വരാൻ പോകുന്നത് ഇന്ന് രാവിലെ 11:07. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഇട്ടുണ്ട്. തരുൺ ഭാസ്കറും ഈഷാറബാണ് മെയിൻ കഥാപാത്രങ്ങളായിരുന്നത്. പിന്നെ 666 ഓപ്പറേഷൻ ഡ്രീം തിയേറ്റർ എന്ന് പറഞ്ഞ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ കൊതപ്പല്ലിലോ ഒക്കപ്പെടു എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങി. പിന്നെ സാഹസം എന്ന് പറഞ്ഞിടത്തിന്റെ ഓണം മൂഡ് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ ഓഹോ എന്താൻ ബേബി എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് 7 days ഒക്കെ പോസ്റ്റർ വന്നു. പിന്നെ ബൾട്ടി എന്ന് പറഞ്ഞിടത്തിൽ മ്യൂസിക് എന്ന് ആരാന്നുള്ളത് കുറച്ച് മുന്നേ തന്നെ നമ്മൾ പറഞ്ഞാണ് സായബ് ബെൻകർ എന്നുള്ളത്. അപ്പോൾ കൺഫേം ചെയ്തുകൊണ്ട് ഒരു ചെറിയ വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ജൂനിയർ എന്ന് പറഞ്ഞിടത്തിലത്തെ വൈറൽ വയ്യാരി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. ഈ പാട്ടിൽ ശ്രീലീല വന്നിട്ടുണ്ട്. പിന്നെ ഡബിൾ ഗെയിം എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞു അത് വന്നിട്ടുണ്ട്. പിന്നെ 3 ബേജിക് എന്ന് പറഞ്ഞിടത്തിന്റെ സ്നീക് പീക്ക് പുറത്തിറങ്ങി. പിന്നെ ആൽക്കഹോൾ എന്ന് പറഞ്ഞിടത്തിന്റെ ഭാഗത്ത് നിഹാരിക NMന്റെ ബർത്ത്ഡേ ആയിട്ട് ബർത്ത്ഡേ വിഷയം പോസ്റ്റർ ഇറക്കി. പിന്നെ ട്രെൻഡിങ് എന്ന് പറഞ്ഞിടത്തിലെ എന്നിലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് അത് ഇന്ന് 5 മണിക്ക് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ മാമൻ എന്ന് പറഞ്ഞാൽ 50 ദിവസം ഓടിയന്റെ ഭാഗമായിട്ട് 15th ഡേ എന്നുള്ള രീതിയിൽ പോസ്റ്റർ വന്നു. പിന്നെ നാഗ ചെയ്തതിന്റെ 24ാമത്തെ NC24 അവിടത്തിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള അറിയിച്ചിട്ടുണ്ട് ഒഫീഷ്യലായിട്ട്. പിന്നെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന് പറഞ്ഞിടത്തിലത്തെ സാമ്പ്രാണി പെൻറ്റീരി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടു. പിന്നെ ഹരിഹര വീരമല്ലം എന്ന് പറഞ്ഞതിന്റെ ട്രെയിലർ വന്നിരുന്നു. എന്തായാലും മോസ്റ്റ് വ്യൂഡ് തെലുങ്ക് ട്രെയിലറായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരെ അവകാശപ്പെടുന്നത്. എന്തായാലും 48 മില്യൺ പ്ലസ് വ്യൂസ് ആണ് തെലുങ്ക് ട്രെയിലർ മാത്രം നേടിയിട്ടുള്ളത് 24 മണിക്കൂറിനുള്ളിൽ. മൊത്തം ലാംഗ്വേജ് കൂട്ടുകയാണെങ്കിൽ 61.7 മില്യണില കൂടുതലാണ് വ്യൂസ് വന്നിട്ടുള്ളത്. പിന്നെ 20 days to go എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സൽമാൻ ഖാന്റെ അടുത്ത് വരാൻ പോകുന്ന പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട്. ബാറ്റിൽ ഓഫ് ഗൽവാൻ എന്നുള്ള രീതിയിലാണ് പടത്തിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പോസ്റ്റർ ഇതാണ്, ഒരു മോശം പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ട്. അപൂർവ ലക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് പടം ഡയറക്ഷൻ ചെയ്യുന്നത്. പിന്നെ കാന്താര ചാപ്റ്റർ 1 പറഞ്ഞിട്ടുള്ള പടം ഋഷഭ് ഷെട്ടിയുടെ വരാൻ പോകുന്ന പടമാണ്. ഇവിടത്തിന്റെ റിലീസ് അവർ ഒക്ടോബർ 2 തീയതിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ റിലീസ് ഡേറ്റിന് വരില്ല എന്നുള്ളതാണ് കേൾക്കാൻ സാധിക്കുന്നത്. പടത്തിന്റെ ഷൂട്ടിന്റെ കുറേ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയ്ക്ക് കുറേ മരണങ്ങളും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നിർത്തി വെച്ചിട്ടും നീട്ടി വെച്ചിട്ടൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിസംബറിലായിരിക്കും ഈ പടം റിലീസാകുന്നുള്ളതാണ് ഇപ്പോൾ കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാൻ എന്ന് വരിക എന്നുള്ളത്. പിന്നെ മാർക്കൊന്നും പറഞ്ഞിട്ടുള്ള പടത്തിന്റെ 2ാം ഭാഗം വരില്ല എന്നുള്ളത് ഉണ്ണിമുന്തൻ കൺഫേം ചെയ്ത രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ പ്രൊഡക്ഷൻ കമ്പനി ക്യൂബ്സ് എന്റർടൈൻമെന്റ് ഈ പടത്തിനെ ഒരു യൂണിവേഴ്സ് രീതിയിലാക്കിയിട്ട് ഉണ്ണിമുന്തനല്ലാതെ വേറെ ആൾക്കാരൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് നീട്ടി കൊണ്ടുപോകാനുള്ള ഒരു രീതിയിലുണ്ട് എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാർക്കോ സീരിയസ് ഇനിയും പ്രതീക്ഷിക്കാം. പിന്നെ ഞാൻ ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ പറഞ്ഞാലും ഗിരീഷ് ഷെഡി നീമ്പോളിനെ വെച്ചിട്ടൊരു പടം എന്നുള്ള രീതിയിൽ ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശാംപുഷ്കരനൊക്കെ കൂടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. എന്തായാലും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട്. അമിത ബൈജാണ് ഇതിൽ നായിക എത്തുന്നത്, അതും കൺഫേം ആയിട്ടുണ്ട്. എന്തായാലും പടത്തിന്റെ പേര് ഇപ്പോൾ തൽക്കാലമായി പറഞ്ഞു കേൾക്കുന്നത്. തൽക്കാലമാണെങ്കിൽ ഇപ്പോൾ തന്നെ ആകും എന്നുള്ള അറിയില്ല. എന്തായാലും ബദലഹീം കുടുംബ യൂണിറ്റ് എന്നുള്ള രീതിയിലാണ് പേര് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. കഥ എഴുതിയിട്ടുള്ള ഗിരീഷ് ഷെഡിയും കിരൺ ജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളും കൂടിയിട്ടാണ് എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്യുന്നത്. അജ്മൽ സാബു എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് DOP കൈകാര്യം ചെയ്യുന്നത്. എഡിറ്റർ ആകാശ് ജോസഫ് വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. എന്തായാലും കുറെ ബുക്ക് അട്ടിക്ക് വെച്ചിട്ട് അതിന്റെ ഇടയിൽ ഈ പേരുകളൊക്കെ എഴുതിയ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പടം നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഗിരീഷ് ഷെഡി ആയതുകൊണ്ട് പ്രതീക്ഷയുണ്ട്. അതിന് മുന്നേ പറഞ്ഞാണ്. പിന്നെ ബബ്ബ ഭയം ഭക്തി ബഹുമാനം ഈ പടത്തിന്റെ ടീസർ വരും എന്ന് പറഞ്ഞു. ദിലീപാണ് മെയിൻ കഥാപാത്രം എത്തുന്നത്. എന്തായാലും ടീസർ ഗംഭീര ടീസറായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള താഴെ കമന്റ് ചെയ്യുക. ദിലീപ് എന്നല്ല, ഇതിലുള്ളവരൊക്കെ അഴിഞ്ഞാടാൻ വിട്ട മാതിരിയാണ് ടീസറിലൊക്കെ തോന്നിയത്. എന്തായാലും ഇതിൽ വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും ഒക്കെ ഉണ്ട്. വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടറൊക്കെ ഒരു വേറെ ലെവല് സംഭവമായിട്ടൊക്കെ തോന്നി. ഞാൻ എന്തായാലും വെയിറ്റിംഗ് ആണ് പടത്തിന്. അതുപോലത്തെ അപ്ഡേറ്റ്സ് വേണ്ടിയിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡബിൾ ഐക്കൺ ക്ലിക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.